വേദവിചാരം എന്ന ഈ പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നേഹിയാകുന്ന സ്വർഗീയപിതാവിൻ ദൈവമേ, ഒരിക്കൽ കൂടി അങ്ങയുടെ തിരുവചനങ്ങളെ ധ്യാനിപ്പാൻ ഈ പ്രോഗ്രാമിലൂടെ അങ്ങ് ഒരുക്കിയിരിക്കുന്ന മുഖാന്തരത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ബലഹീന നടീനെയും തിരുസനെ സമർപ്പിക്കുന്നു. അങ്ങ് നൽകിയിരിക്കുന്ന കൃപയിൽ നിന്ന് വചനം ഘോഷിപ്പാൻ സഹായിക്കണമേ. ഈ വചനം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ അങ്ങ് കൃപ ചെയ്യണമെന്ന് യേശുവിനകത്ത് ഉപേക്ഷിക്കുന്ന പ്രാർത്ഥന പിതാവ് കേൾക്കണമേ. ആമേൻ. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി സഭാപ്രസംഗി 5-ാം അധ്യായം 1-ാമത്തെ തിരുവചനം. ദൈവാലയത്തിലേക്ക് പോകുമ്പോൾ നിന്റെ പാദങ്ങൾ സൂക്ഷിക്കുക. ശ്രദ്ധിക്കുവാൻ അടുത്ത് ചെല്ലുന്നത് ഭോഷന്മാരുടെ യാഗാർപ്പണത്തേക്കാൾ നല്ലതാകുന്നു. തങ്ങൾ തിന്മ ചെയ്യുന്നുവെന്ന് അവർ അറിയുന്നില്ലല്ലോ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, തിരുവചനത്തിൽ നാം വായിക്കുകയാണ്, ദേവാലയത്തിലേക്ക് പോകുമ്പോൾ നിൻ്റെ പാദങ്ങൾ സൂക്ഷിക്കുക. പലപ്പോഴും ദേവാലയങ്ങളിൽ നാം പാദരക്ഷ വെളിയിൽ അഴിച്ചു വെച്ചതിന് ശേഷമാണ് അകത്തേക്ക് പ്രവേശിക്കുക. അതൊരു പക്ഷേ ഭവനത്തിലാണെങ്കിലും നാം അപ്രകാരം ചെയ്യും. അതിന് പ്രത്യേകമാകുന്നൊരു കാരണമുണ്ട്. വെളിയിൽ കൂടി നാം നടന്ന് ഉപയോഗിച്ച പാദരക്ഷകൾ, ചെളി വരണ്ട പാദരക്ഷകൾ, നാം ആയിരിക്കുന്ന അല്ലെങ്കിൽ ദേവാലയവും ഭവനവുമൊക്കെയുമുള്ള സ്ഥലങ്ങളിലേക്ക് അതുപയോഗിച്ച് അവിടെ ചെളിയാക്കരുത്, വൃത്തികേടാക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നാം അത് ചെയ്യുന്നത്. എന്നാൽ ഈ തിരുവചനത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ അങ്ങനെയല്ല. അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് നാം സൂക്ഷിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നാം പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 5-ാമത്തെ തിരുവചനത്തിലേക്ക് വരുമ്പോൾ ദൈവം മോശയ്ക്ക് ഹോരേബ് പർവ്വതത്തിൽ പ്രത്യക്ഷപ്പെടുന്നതും മോശയോടവിടെ ദൈവം അരുളി ചെയ്യുന്നതുമായിട്ടുള്ള തിരുവചനം നമുക്ക് വായിക്കുവാൻ കഴിയും. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 5-ാമത്തെ തിരുവചനം. ഇങ്ങോട്ട് അടുത്തു വരരുത്. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ നിൻ്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു മാറ്റുക എന്ന് ദൈവം കൽപ്പിച്ചു. മോശയോടും ഇപ്രകാരം തൻ്റെ കാലിൽ ഇട്ടിരിക്കുന്ന ചെരുപ്പ് അഴിച്ചു മാറ്റുവാൻ ദൈവം കൽപ്പിക്കുകയാണ്. അതിൻ്റെ കാരണം ദൈവം പറയുകയാണ്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്. ഹോരേബ് പർവ്വതത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ മോശ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമായതെങ്ങനെയാണ്? ഒരു മല, പർവ്വതം, കാട്, മരുഭൂമി എന്നൊക്കെയും പറയുമ്പോൾ അത് വിശുദ്ധം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ആ സ്ഥലം വിശുദ്ധീകരിക്കപ്പെടുകയാണ്. ദൈവം മഹാവിശുദ്ധനാകുന്നതുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും വിശുദ്ധമായിരിക്കും. അപ്പോൾ നാം ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ പാദങ്ങൾ സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ ദൈവാലയം ദൈവം വസിക്കുന്ന ആലയമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം, തിരുസാന്നിധ്യമുള്ള മന്ദിരമാണ് ദൈവാലയം. അതുകൊണ്ട് തന്നെ ദേവാലയത്തിലേക്ക് നാം ചെല്ലുമ്പോൾ നമ്മുടെ പാദങ്ങൾ സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ നാം കടന്നു ചെല്ലുന്നത് മഹാപരിശുദ്ധനാകുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണെന്നുള്ളൊരു വലിയ ബോധ്യം ദേവാലയത്തിലേക്ക് പോകുന്ന ഓരോരുത്തർക്കും ഉണ്ടാകണമെന്നും അപ്രകാരം ഒരുക്കത്തോടു കൂടി വേണം ദേവാലയത്തിലേക്ക് പോകേണ്ടതെന്നുമാണ് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പലപ്പോഴും നാം അത് ചെയ്യാറുണ്ടോ എന്ന് നാം ഓരോരുത്തരും പരിശോധിക്കുന്നത് നല്ലതാണ്. ദേവാലയങ്ങളിൽ ആരാധനകൾ, വിശുദ്ധ കുർബാനകളിലൊക്കെയും നാം സംബന്ധിക്കുവാൻ നാം പോകാറുണ്ട്. മുടങ്ങാതെ നാം അത് ചെയ്യാറുണ്ട്. പക്ഷേ എത്രത്തോളം ഒരുക്കം നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ എത്തുന്നതിന് മുമ്പ് ഒരുക്കത്തോടുകൂടി പോകുവാൻ നമുക്ക് കഴിയാറുണ്ട്? അതൊരു ചോദ്യമാണ്. നാം ഒരു കടമ തീർക്കുവാൻ ഞായറാഴ്ചകളിൽ ദേവാലയങ്ങളിൽ പോകുന്നതിനേക്കാൾ ഉപരിയായി നാം കടന്നു ചെല്ലുന്നത് ആരുടെ സന്നിധിയിലാണ്? മഹാപരിശുദ്ധനാകുന്ന
ദൈവം ആയിരിക്കുന്ന, ദൈവത്തിൻ്റെ തിരുനിവാസമുള്ള ദേവാലയത്തിലാണ് നാം കടന്നു ചെല്ലുന്നത് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ മാത്രമേ ഒരുക്കത്തോടുകൂടി അവിടേക്ക് പോകുവാൻ തൊക്കെ നമുക്ക് കഴിയുകയുള്ളൂ. സാധാരണ നാം ഒരു ജോലിക്കുള്ള ഇൻ്റർവ്യൂ ആയിരുന്നാലും, അല്ലെങ്കിൽ പ്രമുഖരായ ഒരു വ്യക്തിയെ കാണുവാൻ നാം പോയിരുന്നാലും, നാം ഒരു തയ്യാറെടുപ്പ് നടത്തിയതിന് ശേഷമാണ് പോകാറുള്ളത്. ഇൻ്റർവ്യൂ ആണെങ്കിൽ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് ഒരു നമ്മെ തന്നെ പ്രസൻറ്റ് ചെയ്യുവാൻ തൊക്കവണ്ണം നാം തയ്യാറെടുത്തുകൊണ്ടായിരിക്കും എപ്പോഴും ഇൻ്റർവ്യൂ നാം അറ്റൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നാം ഒരു നേതാവിനെ കാണുവാൻ പോകുമ്പോഴും അപ്രകാരമായിരിക്കും. നാം മുഷിഞ്ഞ വസ്ത്രമിട്ടോ അലങ്കോലമായ രീതിയിലോ താമസിച്ചോ നാം അവിടെ ചെല്ലാറില്ല. ആ വ്യക്തി വരുന്നതിന് മുമ്പ് അവിടെ നാം സന്നിധരായിരിക്കും. അവിടെ നാം ഒരുക്കത്തോടുകൂടി നാം എത്തിയിരിക്കും. അവരുമായിട്ട് സംഭാഷണം നടത്തുവാനൊരവസരം ലഭിച്ചാൽ എന്തു പറയണമെന്നുള്ളൊരു തീരുമാനം, ഒരു പ്രിപ്പറേഷൻ ഇൻ്റർവ്യൂ ആയിരുന്നാലും അപ്രകാരം പ്രമുഖ വ്യക്തികളെ കാണുവാൻ പോയാലും നമുക്കുണ്ടാകും. എന്നാൽ എല്ലാ വ്യക്തികളെക്കാളും പ്രാധാന്യമർഹിക്കുന്ന രാജാതിരാജാവും മഹാപരിശുദ്ധനും എല്ലാം അറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എത്രത്തോളം ഒരുക്കത്തോടെ നമുക്ക് പോകുവാൻ കഴിയുന്നുണ്ട് എന്ന് നാം പരിശോധിക്കണം. സമയത്ത് നമുക്ക് അവിടെ ചെല്ലുവാൻ കഴിയുമോ? സമയത്തിന് മുമ്പ് എത്തുവാൻ നമുക്ക് കഴിയുമോ? അവിടെ ആയിരിക്കുമ്പോൾ ആ വ്യക്തിക്ക് പ്രാധാന്യം നൽകുവാൻ നമുക്ക് കഴിയുമോ? ദേവാലയങ്ങളിലേക്ക് പോകുമ്പോൾ, ആരാധനകളിൽ സംബന്ധിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നുള്ള വലിയ ബോധ്യത്തോടുകൂടി ആ സമയം മുഴുവനും നമുക്കായിരിക്കാൻ കഴിയാറുണ്ടോ? അതോ നമ്മുടെ ഏകാഗ്രത നഷ്ടപ്പെട്ട് മറ്റു പലതിലേക്കും ശ്രദ്ധ ചെലുത്തുന്ന ഒരു പ്രവണത നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ദൈവം ഇത് സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന കാര്യമാണ് എന്നുകൂടി ഈ തിരുവചനവും തുടർന്നുള്ള തിരുവചനവും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ തൊക്കെ കഴിയും. അതുകൊണ്ട് കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ആരാധനകളിൽ, ദേവാലയങ്ങളിൽ, വിശുദ്ധ കുർബാനകളിൽ ഒക്കെയും പങ്കെടുക്കുവാൻ നാം പോകുമ്പോൾ അതൊരു കാഴ്ചക്കാരായിട്ട് ഒരു സിനിമയോ നാടകമോ കാണുന്നത് പോലെ പോകുന്ന, അല്ലെങ്കിൽ മറ്റു വ്യക്തികളുമായി സമ്പർക്കം പുലർത്തുവാൻ പോകുന്ന ഒരാചാരമായി മാറാതെ നാം സർവശക്തനാകുന്ന ദൈവത്തിൻ്റെ, മഹാപരിശുദ്ധനാകുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ് കടന്നു പോകുന്നത് എന്നുള്ളൊരു വലിയ ബോധ്യം നമുക്കെപ്പോഴും ഉണ്ടാകണം എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. തുടർന്ന് നാം വായിക്കുകയാണ്, ശ്രദ്ധിക്കുവാൻ അടുത്ത് ചെല്ലുന്നത് പോഷന്മാരുടെ യാഗാർപ്പണത്തേക്കാൾ നല്ലതാകുന്നു. യാഗാർപ്പണം ചെയ്യുന്നത് എന്തിനാണ്? ദൈവത്തെ പ്രസാദിപ്പിക്കുവാനാണ്. പഴയ നിയമത്തിൽ പ്രത്യേകിച്ചും യാഗം അർപ്പിക്കുവാൻ ദൈവം കൽപ്പിക്കുന്നുണ്ട്. ആടുകളെയും മാടുകളെയും പക്ഷികളെയൊക്കെയും യാഗമർപ്പിക്കുന്ന ഒരു സാഹചര്യം പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയും. അത് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ, നമ്മുടെ പാപമോചനത്തിനായി നാം ചെയ്യുന്ന കാര്യങ്ങളായിട്ടാണ് അവിടെ ദൈവം അവരോട്, ഇസ്രായേൽ മക്കളോടത് കൽപ്പിക്കുന്നത്. എന്നാൽ അതിനേക്കാൾ യോഗ്യമാണ് ദൈവത്തിൻ്റെ സന്നിധി കടന്നു ചെന്ന് ശ്രദ്ധിക്കുവാൻ കടന്നു ചെല്ലുന്നത്. നാം പലപ്പോഴും കടന്നു പോകുന്നത് എന്തിനാണ്? ശ്രദ്ധിക്കുന്നതിനുപരിയായി, കേൾക്കുന്നതിനുപരിയായി സംസാരിക്കുവാനാണ് നാം പലപ്പോഴും കടന്നു പോകുന്നത്. എന്ന് പറയുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ പറയുവാൻ, നമ്മുടെ ഭാരങ്ങൾ പറയുവാൻ, നമ്മുടെ ആകുലതകൾ പറയുവാൻ നാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു. തീർച്ചയായിട്ടും അത് നാം ചെയ്യണം. എന്നാൽ അതോടൊപ്പം തന്നെ അതിലും പ്രാധാന്യം ദൈവം നൽകുന്നത് എന്താണ്? ഇവിടെ പറയുകയാണ്, ശ്രദ്ധിക്കുവാൻ അടുത്ത് ചെല്ലുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൽ നിന്ന് കേൾക്കുവാനുള്ള ആഗ്രഹത്തോടുകൂടി കടന്നു ചെല്ലുന്നത്, ദൈവശബ്ദത്തെ കേൾക്കുവാനുള്ള വാഞ്ചയോടുകൂടി, ഒരുക്കത്തോടുകൂടി കടന്നു ചെല്ലുന്നത്, അത് പോഷന്മാരുടെ യാഗാർപ്പണത്തേക്കാൾ നല്ലതാകുന്നു എന്നാണ് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പലപ്പോഴും നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധം നമ്മുടെ ആവശ്യങ്ങൾ പറയുക, ആവശ്യങ്ങൾ നേടിയെടുക്കുക എന്നാണോ നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതോ നമ്മുടെ ആവശ്യങ്ങൾ തീർച്ചയായും പറയണം, അതോടൊപ്പം തന്നെ ദൈവത്തിന് എന്താണ് നമ്മോട് പറയുവാനുള്ളത്, ദൈവം എങ്ങനെയാണ് നമ്മളോട് പറയുക, നാം ഒരു ആഗ്രഹം നമുക്കുണ്ടാകണം. ശമൂവേൽ ബാലൻ്റെ ചെറുപ്പകാലത്തെ സംഭവം നമുക്കറിയാം. അവിടെ ഏലി മഹാപുരോഹിതൻ്റെ സന്നിധിയിൽ അവനായിരിക്കുമ്പോൾ
ദൈവശബ്ദം കേൾക്കുകയാണ്. ശമൂവേലേ ശമൂവേലേ എന്ന് വിളിക്കുമ്പോൾ അവനത് തിരിച്ചറിയുന്നില്ല. അപ്പോൾ 2-3 പ്രാവശ്യമായപ്പോൾ പുരോഹിതൻ പറയുകയാണ്, യഹോവേ അരുളി ചെയ്യണമേ എന്ന് പറയുക. അതനുസരിച്ച് അവൻ പറയുകയാണ്, യഹോവേ അരുളി ചെയ്യണമേ അടിയനിതാ. ദൈവത്തിൽ നിന്ന് കേൾക്കുവാനുള്ള ഒരാഗ്രഹം, ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. നമുക്ക് പറയുവാനുള്ളത് കേൾക്കുവാൻ ദൈവം സന്നദ്ധമാണ്. അതോടൊപ്പം തന്നെ ദൈവത്തിന് നമ്മോട് എന്താണ് പറയുവാനുള്ളത്? ഒരുപക്ഷെ നാം ഇന്നായിരിക്കുന്ന കഷ്ടതയുടെ പ്രയാസത്തിൻ്റെ കാരണം എന്താണ് നമ്മെ ബോധ്യപ്പെടുത്തി തരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. നാം നമ്മുടെ കഷ്ടത, നമ്മുടെ പ്രയാസം മാറുവാൻ നിരന്തരമായി പ്രാർത്ഥിക്കുകയും യാഗങ്ങൾ അല്ലെങ്കിൽ നേർച്ചകൾ അർപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ മൂലകാരണം, അടിസ്ഥാന കാരണം എന്തെന്ന് ഒരുപക്ഷെ എനിക്കോ നിങ്ങൾക്കോ അറിഞ്ഞുകൂടാ. അത് ദൈവം നമ്മോട് പറഞ്ഞ് നാം അത് കറക്റ്റ് ചെയ്യുമ്പോഴാണ് ആ പ്രശ്നത്തിന് പരിഹാരം ലഭ്യമാകുന്നത്. അതുകൊണ്ടത് പരിഹാരം ലഭിക്കണമെങ്കിൽ ദൈവത്തിന് എന്താണ് നമ്മളോട് പറയുവാനുള്ളത്? അത് ദൈവത്തിൻ്റെ വചനമാണ്. ആ വചനമാണ് നമ്മളോട് സംസാരിക്കാറുള്ളത്. ആ വചനമാണ് നമ്മെ തിരുത്തുന്നത്. ആ വചനമാണ് നമ്മെ നമ്മുടെ കുറവുകളെ കണ്ടെത്തി തിരുത്തുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നത്. നാം 119 സങ്കീർത്തനത്തിൻ്റെ ആദ്യ തിരുവചനത്തിൽ വായിക്കുകയാണ്, യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ. അവൻ്റെ സാക്ഷ്യങ്ങൾ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ നീതികേട് പ്രവർത്തിക്കാതെ അവൻ്റെ വഴികളിൽ തന്നെ നടക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ന്യായപ്രമാണങ്ങൾ, ദൈവത്തിൻ്റെ വചനം നമ്മോട് സംസാരിക്കുന്നത് എത്രത്തോളം നാം കേൾക്കുന്നുണ്ടാകാം. പക്ഷേ കേൾക്കുകയല്ല, കേട്ടത് അനുസരിക്കുവാൻ നമുക്ക് കഴിയാറുണ്ടോ? അങ്ങനെ നാം അനുസരിക്കുമ്പോഴാണ് നാം ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുന്നതും നാം പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി ലഭിച്ച് നമ്മെ അനുഗ്രഹമായി ദൈവം വഴി നടത്തുകയും ചെയ്യുന്ന ആ വലിയ വിധത്തിലേക്ക് നമ്മെ നയിക്കപ്പെടുന്നതെന്ന് ഈ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മറിച്ച് യാഗമർപ്പിക്കുന്നുണ്ട്, ബലികൾ അർപ്പിക്കുന്നുണ്ട്, നേർച്ചകൾ നടത്തുന്നുണ്ട്, പെരുന്നാളുകൾ നടത്തുന്നുണ്ട്, മെഴുകുതിരി കത്തിക്കുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് ഒരു യാഗാർപ്പണത്തിന് തുല്യമാണ്. പക്ഷേ ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ ആഗ്രഹമില്ലാതെ, ദൈവം പറയുന്നത് അനുസരിക്കുവാൻ ശ്രദ്ധിക്കാതെ യാഗമർപ്പിച്ചാൽ അതിനൊരു പ്രയോജനവുമില്ല. ദൈവം പറയുകയാണ്, അത് പോഷന്മാർ ചെയ്യുന്നതിന് തുല്യമാത്രേ. അതാണ് ഇവിടെ പറയുന്നത്, ശ്രദ്ധിക്കുവാൻ അടുത്ത് ചെല്ലുന്നത് പോഷന്മാരുടെ യാഗാർപ്പണത്തേക്കാൾ നല്ലതാകുന്നു. പോഷന്മാരുടെ യാഗാർപ്പണം അതവർക്ക് ഹൃദയവുമായൊരു ബന്ധം ദൈവവുമായിട്ടില്ല. ഒരു ചടങ്ങ് പോലെ ഓരോ കാര്യവും നടത്തുകയാണ്. അത് ദിവ്യബലിയായിരുന്നാലും ഒരു ചടങ്ങ് പോലെ നാം അതിൽ വന്ന് സംബന്ധിച്ച് കടന്നു പോവുകയാണ്. അതിൽ ഒരു പരമാർത്ഥമായ ഒരു ഇൻവോൾവ്മെൻറ്റ് നമുക്കില്ല. നാം ദൈവത്തിൻ്റെ സന്നിധിയിലാണ് വരുന്നതെന്നൊരു ബോധ്യം പോലും നമുക്കില്ല. അവിടെ വന്ന് നാം പ്രാർത്ഥിക്കുന്നു, ശരി തന്നെ. പക്ഷേ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് എന്നോടും നിങ്ങളോടും എന്താണ് പറയുവാനുള്ളത് എന്ന് ശ്രദ്ധിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് അപ്രകാരമുള്ള യാഗാർപ്പണങ്ങൾ പോഷന്മാർ ചെയ്യുന്നത് പോലെ എന്ന തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തണം. മാത്രമല്ല തുറന്നു പറയുകയാണ്, തങ്ങൾ തിന്മ ചെയ്യുന്നുവെന്ന് അവർ അറിയുന്നില്ലല്ലോ. എന്താണ് അവർ ചെയ്യുന്നത്? തിന്മയാണ്. അതായത് യാഗമർപ്പിക്കുന്നുണ്ട്, ആ യാഗവും നിൻ്റെ ഹൃദയവുമായി ഒരു ബന്ധമില്ല. എന്തിനാ യാഗം അർപ്പിക്കുന്നു എന്ന് ഒരു ബോധ്യമില്ല. ചടങ്ങ് പോലെ മെക്കാനിക്കലായിട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയായി നമ്മുടെ ആരാധനകൾ തീരുന്നുവെങ്കിൽ ദൈവത്തിനതിൽ പ്രസാദമില്ല എന്ന് വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. തുടർന്ന് വായിക്കുകയാണ്, തിടുക്കത്തിലൊന്നും പറയരുത്, ദൈവസന്നിധിയിൽ എന്തെങ്കിലും ഉച്ചരിക്കുവാൻ നിൻ്റെ ഹൃദയം തിടുക്കം കാട്ടരുത്. ദൈവം സ്വർഗത്തിലും നീ ഭൂമിയിലുമാണ്, ആകയാൽ നിൻ്റെ വാക്കുകൾ ചുരുക്കമായിരിക്കട്ടെ. നാം പറയുന്നത്, നാം എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം. നാം ആരോടാണ് പറയുന്നത്? ദൈവത്തോടാണ്. നാം ദൈവമേ എൻ്റെ ജീവിതത്തിൽ അത് നേടിത്തന്നാൽ ഞാൻ ഇത് ചെയ്യാം എന്ന് വ്യാജമായ ഒരു വാക്ക് നമ്മുടെ വായിൽ നിന്ന് ഉയരരുത്. കാരണം നാം എടുക്കുന്ന പ്രതിജ്ഞ എല്ലാം നിയന്ത്രിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. തുറന്ന് താഴ്ത്ത് നാം വായിക്കുമ്പോൾ വീണ്ടും കാണുന്നുണ്ട്, ദൈവത്തിന് നേർച്ച നേർന്നാൽ നിവൃത്തിയാക്കുവാൻ താമസിക്കരുത്. മൂഢന്മാരിൽ അവന് പ്രസാദമില്ലല്ലോ. നീ നേർന്നത് നിവർത്തിക്കുക. നേർന്നിട്ട് നിവർത്തിക്കാതിരിക്കുന്നതിനേക്കാൾ നേരാതിരിക്കുന്നതാണ് നല്ലത്. ദൈവം ആരോടും നേർച്ച നേരുവാൻ ആവശ്യപ്പെടുന്നില്ല. പക്ഷേ നീ ദൈവത്തിനായി ഒരു നേർച്ച നേർന്ന എന്തുമാകാം.
നാം ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കാമെന്നുള്ള നേർച്ചയാകാം, ദൈവത്തിന് വേണ്ടി സമയം കൊടുക്കാം എന്നുള്ള നേർച്ചയാകാം. എന്ത് കാര്യമായിരുന്നാലും നാം എടുക്കുന്ന നേർച്ചകൾ നിവർത്തിക്കുവാൻ നാം താമസിക്കരുത്. നേരാതിരിക്കുന്നതാണ് നിവർത്തിക്കാതിരിക്കുന്നതിനേക്കാൾ ഉചിതമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, പലപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക്, നമ്മുടെ പ്രയാസങ്ങൾക്ക് വേണ്ടി നാം കടന്നു വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ദൈവം കേൾക്കുന്നതിൻ്റെ വ്യവസ്ഥകളാണ് ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതിനുവേണ്ടിയാകാം ഒരുപക്ഷെ നാം നേർച്ച നേരുന്നത്, അതിനുവേണ്ടിയാകാം നാം യാഗമർപ്പിക്കുന്നത്, ബലികളർപ്പിക്കുന്നത്, അല്ലെങ്കിൽ നാം പെരുന്നാളുകൾ നടത്തുന്നത്, മെഴുകുതിരി കത്തിക്കുന്നത്. ഇതൊക്കെയും നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ ഒരുപക്ഷെ ആയിരിക്കാം. എന്നാൽ അതിനേക്കാൾ ഉപരിയായി ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ ശ്രദ്ധിക്കുവാൻ, ദൈവം പറയുന്നത് ശ്രദ്ധിക്കുവാനുള്ള ഒരു ആഗ്രഹം നമ്മളിൽ ഉണ്ടാകുന്നതാണ്. ആ ആഗ്രഹം നമ്മളിൽ ഉണ്ടാകുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കും, ദൈവം നമ്മോട് ഇടപെടും. ദൈവത്തിൻ്റെ വചനം നമ്മോട് നമ്മുടെ ജീവിതത്തിൽ നാം എങ്ങനെ പോകണമെന്ന് നമ്മെ ബോധ്യപ്പെടുത്തി തരും. കാരണം ദൈവത്തിൻ്റെ വചനം പരിശുദ്ധാത്മാവിനാൽ രചിക്കപ്പെട്ടതാണ്. അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലൂടെ നമ്മോട് സംസാരിക്കും. ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മെ ആശ്വസിപ്പിക്കും, നമ്മെ ബലപ്പെടുത്തും, നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും തരും. നിങ്ങൾ പോകേണ്ടുന്ന വഴി അവൻ നിങ്ങൾക്ക് കാണിച്ചു തരുമെന്നാണ് കർത്താവ് പരിശുദ്ധാത്മാവിനെ. കാര്യസ്ഥൻ, ഞാൻ പോയാൽ നല്ലത്, പിതാവിൽ നിന്ന് ഞാൻ കാര്യസ്ഥൻ എന്ന മറ്റൊരാത്മാവിനെ നിങ്ങളിലേക്ക് അയക്കും. അവൻ സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തും എന്നാണ് കർത്താവ് പരിശുദ്ധാത്മാവിനെ അയക്കുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്. ആ പരിശുദ്ധാത്മാവാണ് അവരെ പിന്നീട് നയിക്കുന്നത്. ആ പരിശുദ്ധാത്മാവാണ് നമ്മെ ഓരോരുത്തരെയും നയിക്കേണ്ടത്. നാം പോകേണ്ടുന്ന വഴി നമുക്ക് കാണിച്ചു തരേണ്ടത്. നന്മയും തിന്മയും തിരിച്ചറിയുവാനുള്ള വിവേകം തരുന്നത് ആ പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു ജീവിതം നയിക്കുവാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. 1 ശമൂവേൽ നാം 15-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ തിരുവചനത്തിലേക്ക് വരുമ്പോൾ നാം വായിക്കുകയാണ്. ശമൂവേൽ പറഞ്ഞത്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദകരമാകുമോ? ഇതാ, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലതാകുന്നു. ശമൂവേൽ പ്രവാചകൻ ശൗലിൻ്റെ അടുത്ത് ചെന്നിട്ട് ശൗലിനോട് ചില കാര്യങ്ങൾ ദൈവം പറഞ്ഞത് അവനോട് കൽപ്പിക്കുകയാണ്. എന്നിട്ട് അവൻ കടന്നുപോയി അവൻ ദൈവം കൽപ്പിച്ചത് ഭാഗികമായി അനുസരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തൊക്കെ കഴിയും. ഭാഗികമായി അനുസരിച്ചു. അവൻ അമാലേക്യരെ തോൽപ്പിച്ച് അവരിൽ കുറേ ആളുകളെ കൊന്നു. രാജാവിനെ ജീവനോടെ പിടിച്ചുകൊണ്ടുവന്നു. അവർക്കുള്ള മൃഗസമ്പത്തിൽ ഏറ്റവും മെച്ചമായവയൊക്കെയും അവൻ കൊല്ലാതെ അവരെ കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. 15-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ, ആകയാൽ നീ ചെന്ന് അമാലേക്യരെ തോൽപ്പിച്ച് അവർക്കുള്ളതൊക്കെ നിർമൂലമാക്കി കളയുക, അവരോട് കനിവ് തോന്നരുത്, പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും മുലകുടിക്കുന്നവരെയും കാള, ആട്, ഒട്ടകം, കഴുത എന്നിവയും സംഹരിച്ച് കളയുക. അവനോട് വളരെ വ്യക്തമായിട്ട് മുഴുവനുമായി ആ അമാലേക്യരെയും അവർക്കുള്ളതിനെയും നിർമൂലമാക്കി കളയുക, ഒന്നുപോലും ശേഷിക്കാതെ മുഴുവനെയും നശിപ്പിക്കുക. വ്യക്തമായിട്ട് അവനോട് പറയുകയാണ്, കനിവ് തോന്നരുത്, പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും മുലകുടിക്കുന്നവരെയും കാള, ആട്, ഒട്ടകം, കഴുത എന്നിവയും സംഹരിച്ചു കളയുക. മുഴുവനും അവർക്കുള്ളതിനെയൊക്കെയും സംഭരിച്ചു കളയുവാൻ അവൻ അവരോട് ആവശ്യപ്പെടുകയാണ്. പക്ഷേ എന്താണ് ശൗൽ ചെയ്യുന്നത്? 8-ാമത്തെ വാക്യം, അമാലേക്യരുടെ രാജാവായ ആഗാഗിനെ ജീവനോടെ പിടിച്ചു, ജനങ്ങളൊക്കെയും വാളിൻ്റെ വായ്ത്തലയാൽ നിർമൂലമാക്കി. എന്നാൽ ശൗലും ജനവും ആഗാഗിനെയും ആട്, മാട്, തടിച്ച മൃഗം എന്നിവയിൽ വിശിഷ്ടമായവയും കുഞ്ഞാടുകളെയും ഉത്തമമായവയൊക്കെയും നിർമൂലമാക്കുവാൻ മനസ്സില്ലാതെ ജീവനോടെ സൂക്ഷിച്ചു. അവൻ പൂർണ്ണമായിട്ട് അനുസരിക്കുന്നില്ല. ജീവനോടെ അവയെ പിടിച്ച് അത് യഹോവയ്ക്ക് യാഗമർപ്പിക്കുവാനെന്ന വ്യാജേന അവയെ കൊണ്ടുവരുന്നതായിട്ട് നാം കാണുകയാണ്. അപ്പോഴാണ് ശമൂവേൽ പ്രവാചകൻ ശൗലിൻ്റെ അടുത്തേക്ക് കടന്നു നിന്നിട്ട് ചോദിക്കുന്നത്, ഞാൻ ഈ കേൾക്കുന്ന ശബ്ദം ആരുടേതാണ്? അവൻ്റെ അടുത്ത് പറയുകയാണ്, 14-ാം വാക്യം, അതിന് ശമൂവേൽ, എൻ്റെ ചെവിയിലെത്തുന്ന ആടുകളുടെ ഈ കരച്ചിലും ഞാൻ കേൾക്കുന്ന കാളകളുടെ മുക്കറയും എന്ത് എന്ന് ചോദിച്ചു.
അവയെ അമാലേക്യരുടെ പക്കൽ നിന്ന് അവർ കൊണ്ടുവന്നതാകുന്നു. ജനം ആടുകളിലും കാളകളിലും ഉത്തമമായവയെ നിൻ്റെ ദൈവമായ യഹോവയ്ക്ക് യാഗമർപ്പിക്കുവാൻ ജീവനോടെ സൂക്ഷിച്ചു. ശേഷമുള്ളവയെ ഞങ്ങൾ നിർമൂലമാക്കി കളഞ്ഞു എന്ന് ശൗൽ പറഞ്ഞു. ശൗലിനോടാണ് അമാലേക്യരെ അവരെ നശിപ്പിക്കുവാൻ എന്നൊക്കെയാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇന്ന് ശൗൽ പറയുകയാണ്, അവർ, അതായത് ഈ ജനം, അവരിത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ അവൻ രക്ഷപ്പെടുവാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ തുടർന്ന് നാം വായിക്കുമ്പോഴാണ് 22-ാം വാക്യത്തിൽ പ്രവാചകൻ പറയുക, ശമൂവേൽ പറഞ്ഞത്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദകരമാകുമോ? ഇത് അനുസരിക്കുന്നത് യാഗത്തേക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലതാകുന്നു. അനുസരണം എന്നുള്ളത് ദൈവം സസൂക്ഷ്മം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു, നമ്മളെ വീക്ഷിക്കുകയാണ്. ദൈവം പറഞ്ഞതനുസരിക്കാതെ നാം പലപ്പോഴും നമ്മുടെ ബുദ്ധിയിൽ ആശ്രയിച്ചുകൊണ്ട് നല്ലതെന്ന് കരുതുന്ന കാര്യങ്ങൾ നാം ചെയ്താൽ അത് ദൈവത്തെ ദുഃഖിപ്പിക്കുക മാത്രമല്ല, അത് വലിയ പ്രയാസങ്ങളിലേക്ക് നയിക്കപ്പെടുമെന്നുകൂടി നാം മനസ്സിലാക്കുക. കാരണം വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം അത് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു ചെല്ലുമ്പോൾ, ദൈവത്തിൻ്റെ തിരുസാന്നിധ്യമുള്ള ദേവാലയങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എങ്ങനെ പോകണം, ഏത് മനസ്സോടെ പോകണം, എത്ര ഒരുക്കത്തോടെ കടന്നു പോകണം, ആരുടെ സന്നിധിയിലാണ് കടന്നു പോകുന്നത് എന്നുള്ളൊരു ബോധ്യത്തോടുകൂടി, ഒരുക്കത്തോടുകൂടി കടന്നുപോയി അവിടെ കടന്നു ചെന്ന് നമ്മുടെ വിഷയങ്ങൾ പ്രാർത്ഥിക്കുക മാത്രമല്ല, പിന്നെയോ ദൈവം പറയുന്നത്, ദൈവം കൽപ്പിക്കുന്നത് കേൾക്കുവാനുള്ളൊരാഗ്രഹം നമ്മളിലുണ്ടാകുമ്പോഴാണ് നമ്മുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ കുറവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്തി നമ്മെ നേർവഴിയിലൂടെ നടത്തുകയും അതുവഴി ദൈവിക അനുഗ്രഹങ്ങൾ, പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ നമ്മെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നതെന്ന് ഈ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മറിച്ച് നാം ദേവാലയത്തിൽ പോകുന്നുണ്ട്, മുടങ്ങാതെ ആരാധനകളിൽ സംബന്ധിക്കുന്നുണ്ട്, യാഗങ്ങൾ അല്ലെങ്കിൽ അതുപോലെയുള്ള നേർച്ചകൾ ഒക്കെയും നാം ചെയ്യുന്നുണ്ടെങ്കിലും അത് പോഷന്മാർ ചെയ്യുന്നതിന് തുല്യമത്രേ എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അവർ പറയുകയാണ്, തങ്ങൾ തിന്മ ചെയ്യുന്നുവെന്ന് അവർ അറിയുന്നില്ലല്ലോ. നാം അപ്രകാരം നമ്മുടെ മനസ്സൊരുക്കമില്ലാതെ ദൈവത്തിൻ്റെ സന്നിധി കടന്നു ചെന്ന് നാം ചെയ്യുന്ന യാഗങ്ങൾ തിന്മ ചെയ്യുന്നതിന് തുല്യമത്രേ എന്ന് ദൈവം ഓർപ്പിക്കുകയാണ്. കാരണം മനസ്സും ഹൃദയവും ദൈവത്തിൻ്റെ സന്നിധിയിലല്ല, ഒരു ചടങ്ങ് പോലെ എല്ലാറ്റിലും സംബന്ധിച്ച് കടന്നു പോകുന്നു. ദൈവത്തെ മനുഷ്യരെ കബളിപ്പിക്കുന്നത് പോലെ ദൈവത്തെയും കബളിപ്പിക്കാമെന്ന് നാം ചിന്തിക്കുകയാണ്. ദൈവം ആരാണ് എന്ന് നാം പലപ്പോഴും ഓർക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ നമ്മെ ഓർപ്പിക്കുന്നത്, ദൈവം സ്വർഗത്തിലും നീ ഭൂമിയിലുമാണ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലിരിക്കുന്നവനെല്ലാം കാണുവാൻ കഴിയും, എല്ലാം മനസ്സിലാക്കുവാൻ കഴിയും. അവൻ ഉന്നതനാണ്, ഹൃദയങ്ങളെ അറിയുന്നവനാണ്, ഹൃദയ വിചാരങ്ങൾ അറിയുന്നവനാണ്. ആ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം പലപ്പോഴും കടന്നു ചെല്ലുന്നത്, ദൈവാലയങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നത്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു ചെന്ന് നമ്മെ തന്നെ ഒരുക്കത്തോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവശബ്ദം കേട്ടുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകുമ്പോഴാണ് ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിച്ച് മുമ്പോട്ട് പോകാൻ കഴിയുന്നതെന്നും അതിലാണ് ദൈവം പ്രസാദിക്കുന്നതെന്നും ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നാം കടന്നു ചെല്ലുമ്പോൾ അതൊരു ഒരുക്കമുണ്ടാകണം. നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ ഹൃദയാന്തർഭാഗങ്ങളിൽ നിന്ന് ഉള്ളതാകണം. നാം എഴുതി വച്ചിരിക്കുന്ന എന്തെങ്കിലും പുസ്തകത്തിൽ നിന്ന് നോക്കി അതിന് യാതൊരു വൈകാരികമില്ലാതെ ഒരു പ്രാർത്ഥനയാണ് ഉരുവിടുന്നതെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് യാതൊരു പ്രാധാന്യവും ദൈവത്തിൻ്റെ സന്നിധിയിലില്ല എന്നുകൂടി ഈ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നാം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ശമരിയക്കാരിയുമായിട്ടുള്ള സംഭാഷണം, യേശുവിൻ്റെ സംഭാഷണം നമുക്ക് വായിക്കുവാൻ തക്കോണം കഴിയും. നാം 4-ാം അധ്യായത്തിൻ്റെ 23-ഉം 24-ഉം തിരുവചനത്തിൽ ഇപ്രകാരം വായിക്കുകയാണ്: സത്യാരാധകർ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന സമയം വരുന്നു, ഇപ്പോൾ വന്നിരിക്കുന്നു. എന്നെ ആരാധിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ആഗ്രഹിക്കുന്നു. എങ്ങനെയാണ് നാം ആരാധിക്കേണ്ടത്? സത്യത്തിലും ആത്മാവിലും. ആത്മാവിലെന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ നിന്നുള്ളൊരു ആരാധന നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും. ആരാധന എന്ന് പറയുമ്പോൾ എന്താണ്? നാം ചില വ്യക്തികളോട് നമുക്ക് ആരാധന, സെലിബ്രിറ്റീസ് ആയിരിക്കാം, നമ്മൾ അറിയാതെ അവരുമായിട്ടൊരു അട്രാക്ഷൻ, ഒരാരാധന ആ വ്യക്തിയിൽ നമുക്ക് ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അപ്രകാരമുള്ള ഒരു വലിയ ആകർഷണം, ദൈവത്തോടുള്ള ഒരു സ്നേഹം, ഒരു ആകർഷണം
നമുക്കുണ്ടാകുമ്പോഴാണ് ആരാധനയായിട്ടത് മാറുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരണം എന്ന് കർത്താവ് പറയുകയാണ്. എൻ്റെ പിതാവ് ആഗ്രഹിക്കുന്നു. തുടർന്ന് പറയുകയാണ്, ദൈവം ആത്മാവാകുന്നു, അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. അപ്പോൾ ആത്മാവിൽ ആരാധിക്കണം എന്ന് പറയുമ്പോൾ നാം പാടുന്നത്, പൗലോസപ്പോസ്തലൻ പറയുന്നത്, നമുക്ക് ബുദ്ധിയും പാടാം ആത്മാവിലും പാടാം. ബുദ്ധിയിൽ പ്രാർത്ഥിക്കാം, ആത്മാവിലും പ്രാർത്ഥിക്കാം. പക്ഷെ എങ്ങനെയുള്ള പാട്ടുകളും പ്രാർത്ഥനകളുമാണ് ദൈവത്തിന് സ്വീകാര്യമായി തീരുന്നത്? ആത്മാവിൽ എന്ന് പറഞ്ഞാൽ ഹൃദയാന്തർഭാഗത്ത് നിന്ന് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. സ്തുതി എന്ന് പറയുമ്പോൾ 1000 സ്തുതി എന്ന് നമുക്ക് പറയാം. പക്ഷേ ഹൃദയത്തിൽ നിന്ന് ദൈവത്തെ ഒന്ന് സ്തുതിക്കുമ്പോൾ ആ സ്തുതിയാണ് ദൈവത്തിന് പ്രസാദകരമായി തീരുന്നത്. കാരണം അവൻ ഇസ്രയേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്ന ദൈവമാണ്. സകല മാലാഖമാരും നിരന്തരം അവനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം കടന്നു ചെന്ന് സ്തുതിക്കുമ്പോൾ ആത്മാവിൽ നിന്നുള്ള പരമാർത്ഥതയോടുകൂടിയ ഒരു സ്തുതി നമ്മുടെ ഹൃദയാന്തർഭാഗത്തു നിന്ന് ഉണ്ടാകണം. ദൈവം തരുന്ന നന്മകളെയും അനുഗ്രഹങ്ങളെയും ഓർത്ത് ദൈവത്തെ സ്തുതിപ്പാൻ നമുക്ക് കഴിയണം. അപ്പോൾ നമ്മുടെ ആരാധനകൾ വ്യത്യസ്തമായി തീരും. നമ്മെ തന്നെ മറന്ന്, നമുക്കറിയാം ദാവീദ് രാജാവ് യഹോവയുടെ പെട്ടകവുമായി തെരുവിതിലൂടെ കടന്നു വരുമ്പോൾ അവൻ നൃത്തം ചെയ്തുകൊണ്ട് വരുവാണ്. ആ ആരാധനയാണ്, ആ സ്തുതിയാണ് അവനിലൂടെ നമുക്ക് കാണുവാൻ എന്തൊക്കെ കഴിയുന്നത്. അപ്പോൾ ദൈവമായിട്ടുള്ളൊരു ബന്ധമാണ് അപ്രകാരം ആരാധനയോടുകൂടിയ ഒരു അവസ്ഥയിലേക്ക് നമ്മെ നയിക്കപ്പെടുന്നത്. അതുകൊണ്ട് നമ്മുടെ ദേവാലയങ്ങളിലെ ആരാധനകൾ അപ്രകാരം പരിശുദ്ധാത്മ നിറവിൽ ഉള്ളതായി തീരുവാൻ, സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഒരവസ്ഥയായി തീരുവാൻ കഴിയട്ടെ. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ആരാധനകൾ ദൈവത്തിന് പ്രസാദകരമായി തീരട്ടെ. ആ ദൈവത്തിൽ നിന്ന് കേൾക്കുവാനുള്ള ആഗ്രഹത്തോടു കൂടി നമുക്ക് ദേവാലയങ്ങളിലേക്ക് കടന്നു ചെല്ലാം, ദൈവസന്നിധിയിലായിരിക്കാം. അപ്രകാരം ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചവരായി മുമ്പോട്ട് പോകാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.